എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയാവുകയാണ്. മിനിമം അടിസ്ഥാന ശമ്പളം 69,000 രൂപയായി ഉയർത്തണമെന്നാണ് നാഷണൽ കൗൺസിൽ ജോയിന്റ് കൺസൾട്ടീവ് മിഷനറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശമ്പള വർധനവിന് ആധാരമാകുന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ 3.83 ആയി ഉയർത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഉന്നയിച്ച കാര്യങ്ങളെ എപ്രകാരം പരിഗണിച്ചതെന്ന് പരിശോധിക്കുമ്പോൾ ഈ ഒരു ആവശ്യം പൂർണ്ണമായിട്ടും അംഗീകരിക്കുവാൻ സാധ്യത കുറവാണ്. സാമ്പത്തിക സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും തീരുമാനം എടുക്കുന്നത്. യൂണിയനുകൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. നിലവിലെ 18,000 രൂപയിൽ നിന്ന് 69,000 രൂപ അടിസ്ഥാന ശമ്പളം ആക്കുക. അടിസ്ഥാന ശമ്പളം പരിഷ്കരിക്കുവാൻ ഉപയോഗിക്കുന്ന മൾട്ടിപ്ലയർ 2.57 നിന്ന് 3.83 ആയി ഉയർത്തേണ്ടതാണ്. ഓരോ വർഷവും ശമ്പളത്തിൽ 6% വർധനവ് ഉറപ്പാക്കുക. വീട്ടുവാടക, അലവൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കേണ്ടതാണ്. ചില വിഭാഗം പെൻഷൻകാർക്ക് വേണ്ടി പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങേണ്ടതാണ്. ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ശമ്പള കമ്മീഷനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ യൂണിയനുകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നവയും തമ്മിൽ വലിയ അന്തരവ് ഉണ്ടായിരിക്കുന്നതാണ്. നിലവിലെ അടിസ്ഥാന ശമ്പളം 7ാം ശമ്പള കമ്മീഷൻ പ്രകാരം 26,000 രൂപയാണ്. 7ാം ശമ്പള കമ്മീഷൻ പ്രകാരം 18,000 രൂപയാണ്. ഫിറ്റ്മെന്റ് ഫാക്ടർ പരിശോധിക്കുമ്പോൾ 3.68 ആണ്. 7ാം ശമ്പള കമ്മീഷൻ്റെതാണെങ്കിൽ 2.57 ആണ്. മിനിമം ശമ്പളം 69,000 രൂപ എന്നത് ചർച്ചാ വിഷയമായിട്ടുണ്ട് എങ്കിലും മുൻപത്തെ രീതികൾ വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുവാൻ സാധ്യതയില്ല. ഫിറ്റ്മെന്റ് ഫാക്ടർ 3 മുതൽ 3.2 വരെയുള്ള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതാണ്. നിലവിൽ അതിന് സാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. ഫിറ്റ്മെന്റ് ഫാക്ടർ 3 മുതൽ 3.2 വരെയാണ് എങ്കിൽ മിനിമം അടിസ്ഥാന ശമ്പളം 54,000 രൂപയ്ക്കും 58,000 രൂപയ്ക്കും ഇടയിലാവാൻ സാധ്യതയുണ്ട്. യൂണിയനുകൾ 69,000 രൂപ എന്ന ഉയർന്ന സംഖ്യ മുന്നോട്ട് വയ്ക്കുന്നത് ചർച്ചകളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനുള്ള തന്ത്രമായിട്ടാണ് വിലയിരുത്തുന്നത്. യൂണിയനുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് സർക്കാർ ഖജനാവിന് വലിയ ബാധ്യത ഉണ്ടാകുന്നതാണ്. ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാർക്കും അത് പ്രകാരം വൻ തുക നൽകേണ്ടി വരുന്നത് സാമ്പത്തികപരമായിട്ടുള്ള വെല്ലുവിളിയായിട്ട് മാറുന്നതാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കായിട്ട് മാറ്റിവെക്കുന്ന തുകയിൽ കുറവുണ്ടാകുവാൻ ഇത് സാധ്യതയുണ്ട്. കമ്മീഷൻ പ്രാഥമിക ഘട്ടത്തിലുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ 8ാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണ്. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാരുമായിട്ട് ചർച്ച നടത്തുന്നതാണ്. കമ്മീഷന്റെ ശുപാർശകൾ ലഭിച്ചതിന് ശേഷം സർക്കാർ വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്. ശമ്പള പരിഷ്കരണം ഒറ്റയടിക്കല്ലാതെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ നടപ്പിലാക്കുന്നതാണ്. 69,000 എന്ന മിനിമം ശമ്പളം എന്നത് നിർദ്ദേശം മാത്രമാണ്. സർക്കാരിന്റെ സാമ്പത്തിക ശേഷിയും കമ്മീഷന്റെ ശുപാർശകളും പരിഗണിച്ചായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.